നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് കാസർഗോട്ടേക്ക് പോകണം. സിജു കണ്ണനൊപ്പം കാസർഗോഡ് നിന്ന് ചേരുകയാണ്. കാസർഗോഡ് ഇങ്ങനെ സ്ഥാനാർത്ഥി പര്യടനം വളരെ ആവേശത്തോടെ നടക്കുകയാണ്. സിജുവിനോടൊപ്പം അതിഥി ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിജു, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തിൽ പര്യടനം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ LDF-ന്റെ ഒരു പര്യടന വഴിയിലാണ് സിജു നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടെ ആരാണ്, എന്താണ് വിശേഷങ്ങൾ? മനു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി. LDF പ്രചാരണ രംഗത്ത് വളരെയധികം മുന്നിലാണ്. കാസർഗോഡ് ജില്ലയിൽ 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി. LDF വളരെ സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ വോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിക്കുകയാണ്. അവരെ കണ്ട് സംസാരിക്കുകയാണ്. LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ, LDF നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തൊഴിലാളികളുമായി സംസാരിക്കുന്നത്. അവർ തൊഴിലിടത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അതിരാവിലെ മുതൽ ആ പര്യടനം തുടങ്ങിയ VPP മുസ്തഫ ഇവരെ കണ്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ VPP മുസ്തഫ തന്നെ കൂടെ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം LDF പ്രചരണത്തിൽ വളരെയധികം മുന്നിലാണ്. തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ സാധാരണക്കാരായ തൊഴിലാളികളാണ്, രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നവരൊന്നുമല്ല. പക്ഷെ അവർ പോലും ഇടതുപക്ഷം വീണ്ടും വരും എന്നാണ് വളരെ നൈസർഗികമായി ആരെങ്കിലും പറഞ്ഞ് പറയിപ്പിക്കുന്ന നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനം പോലെയാണ് നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഇപ്പോൾ മിക്കവാറും മാധ്യമങ്ങൾ അഭിപ്രായ സർവേകൾ നടത്തുകയുണ്ടായി. ആ അഭിപ്രായ സർവേകളിലെല്ലാം ഒരുപോലെ വന്നിട്ടുള്ള റിസൾട്ട് ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. അപ്പം അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പിണറായി സർക്കാർ തൊഴിലാളികളെയും കൃഷിക്കാരെയും അധ്വാനിച്ച് ജീവിക്കുന്നവരെ എല്ലാം ചേർത്ത് പിടിച്ചു. വീടെടുക്കുന്ന എന്ന് പറഞ്ഞാൽ വീട്ടുപണി ചെയ്യുന്നവർ, അതാണല്ലോ വീട്ടമ്മമാർ, ആ വീട്ടുപണിക്ക് മൂല്യമുണ്ട്. അങ്ങനെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപയുടെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നടപ്പിലാക്കിയിരിക്കുന്നത്. എല്ലാം വന്നപ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. വികസനവും ക്ഷേമ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോയ സർക്കാർ, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊന്നും പറയേണ്ട കാര്യമില്ല. ഈ 10 വർഷമായിട്ട് കേരളത്തിൽ പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തൊട്ടപ്പുറത്തുള്ള പടനയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വാലമ്പുഴക്കുള്ള പാലം ഉൾപ്പെടെ ഇതിലൂടെ കടന്നു പോകുന്ന റോഡുകൾ, ഈ മണ്ഡലത്തിലെ 48 PWD റോഡുകൾ, ഏതാണ്ട് 98% പൊതുമരാമത്ത് റോഡുകളും നല്ല മക്കാഡം ടാറിങ് നടത്തി പൂർത്തിയാക്കി. ഇവിടുത്തെ സ്കൂളുകൾക്കെല്ലാം പുതിയ കെട്ടിടങ്ങൾ, ആശുപത്രികൾക്കെല്ലാം പുതിയ കെട്ടിടങ്ങൾ, നല്ല സൗകര്യങ്ങൾ. ഈ മണ്ഡലം ആകെ അങ്ങനെ പൊതു കേരള വികസനത്തിനോടൊപ്പം വലിയ മുന്നേറ്റത്തിലാണ്. അത് പറയാൻ തന്നെ മണിക്കൂറുകൾ വേണം. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് എത്തി നോക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് പിടിക്കാനാകും. ഏതായാലും ഇവരൊക്കെ വളരെ ആവേശത്തിലിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി തീർച്ചയായും ജയിക്കും. നല്ല പ്രവർത്തനം, നല്ല അഭിപ്രായം തന്നെയാണ്. കേട്ടവരെ നല്ല സന്തോഷം. നല്ല സ്ഥാനാർത്ഥി, ഇരട്ടി മധുരം. തീർച്ചയായിട്ടും ഞാൻ ഈ പിലിക്കോട് വയൽ എന്ന് പറയുന്ന ഈ പ്രദേശം, ഞാൻ SFI പ്രവർത്തകനായിരിക്കുന്ന കാലം തൊട്ടേ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി, പരിപാടികൾക്കും വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവരിൽ പലരെയും നേരിട്ടറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ വലിയ ആവശ്യം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതായാലും VPP മുസ്തഫ വലിയ ആത്മവിശ്വാസനാണ്. കാരണം ഈ നിൽക്കുന്ന കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാനുള്ള അടുപ്പം, അത്രത്തോളം ജനകീയമായൊരു ബന്ധമുണ്ട്. ആ ജനകീയമായ ബന്ധം, അതോടൊപ്പം തന്നെ കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. വലിയൊരു വിജയം, റെക്കോർഡ് ഒരു ഭൂരിപക്ഷത്തിലൊരു വിജയമാണ് ഇത്തവണ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. മനു, VPP മുസ്തഫയോടൊപ്പം സംസാരിച്ചുകൊണ്ട് നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും VPP-യുടെ പ്രചരണ പരിപാടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിൽ അവരോട് സംസാരിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അവരോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.